എന്റെ മച്ചു ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടെ ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ. പുട്ടിന് തേങ്ങട്ടമാരി ആകെ മാർക്കറ്റ് ആളാണ്. പൂരത്തിനൊക്കെ കഴിക്കണ ബലൂൺ ഇവിടെ കൊടുന്ന് വിൽക്കാൻ നോക്കിയതാണ്. പോലീസുകാർ ഇതൊന്നും ഇവിടെ പറ്റൂല പറഞ്ഞു. ഉള്ളിക്കണ കയറി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. റേഷൻ പീടിയിലൊക്കെ വരിക്കണ മാതിരി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരിക്കണ ആൾക്കാർ പുറത്തു പോയിട്ട് അടുത്ത ആൾക്കാരെ കയറ്റുള്ളൂ. ഇത്രയും ആൾക്കാരെ കണ്ടേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടായിരുന്നു. നമ്മളോട് ചാടി കയറി അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നല്ല. ഇവിടെ എല്ലാ ദിവസം അങ്ങനെ തിരക്കുണ്ടാവും. ഇവിടെ എല്ലാ ഷൂവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 10-16 റുപ്യ ഉണ്ട്. 2 ഷൂ കൊടുക്കുന്ന പൈസക്ക് നമ്മുടെ നാട്ടിൽ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കാം. നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ വിലയൊക്കെ പാടെ കണ്ടിട്ട് ആകെപ്പാടെ പിരാന്തേക്കണം. അതുകൊണ്ട് കുട്ടികൾ കളിച്ചിനോടത്ത് പോയി നിന്ന് 10 വയസ്സിന് അടിക്കാന്നുണ്ടെങ്കിൽ നമുക്കും കയറാൻ ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ കുട്ടികൾ ഇറങ്ങി വരുന്നുണ്ട് പൂതിയായിട്ട് ഇരിക്കാൻ വെച്ചാൽ എന്തായാലും ഇപ്പൊ അത് നടക്കൂല. അതുകൊണ്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോയേക്കാം. പലതരം സാധനങ്ങൾ പല കോലുമ കുത്തിവെച്ചാണ് കാണുമ്പോൾ തന്നെ തിന്നാൻ പൂതിയാക്കുക. നമ്മുടെ നാട്ടിൽ ഉന്നക്കായും പയമ്പൂരിയൊക്കെ ചുട്ടുവെച്ചമാരി കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനത്തിന്റെ കളർ ഉണ്ടാകും നമുക്ക് തിന്നാൻ ബുദ്ധിയാവും, ചില സാധനത്തിന്റെ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഛർദ്ദിച്ചാൻ വരും. ഇവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്നെടുത്താൽ മതി. ഫുഡൊക്കെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ എത്തും. എന്താ വേണ്ട വെച്ചാൽ ഇരുന്നെടുത്തിട്ടാൽ മതി. പിന്നെ പട്ടിയാളെ ഇറച്ചിക്കടന്റെ മുന്നിൽ ഇങ്ങനെ നോക്കിക്കണമാരി നിന്നേക്ക് നമുക്കൊരു ചക്ക പൊരിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തിന്ന്. നമ്മളെ നാട്ടിലത്തെ ചക്ക പൊരിച്ചും വെണ്ടക്ക പൊരിച്ചതും അങ്ങനെ പല സാധനങ്ങളുണ്ട് അവിടെ. നമ്മളെ നാട്ടിലത്തെ ലോട്ടറി മാർക്കത്ത് എന്തോ ഒരു സംഭവമാണിത്. കുറെ ആൾക്കാർ ഈ കാർഡ് വാങ്ങിയിട്ട് അങ്ങനെ ചിരണ്ടി വെക്കുന്നുണ്ട്. ചൈനയിലാണെന്നുണ്ടെങ്കിൽ പട്ടിക്കുട്ടികളെ ഹുഡിൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് മനുഷ്യന്മാരെ മാരിയാണ് കൊണ്ടുനടക്കുക. ഇതിനാണെന്നുണ്ടെങ്കിൽ എന്നെ തീരെ പറ്റിയിട്ടില്ല. എന്നെ കണ്ടപ്പോൾ മുതൽ തിരിഞ്ഞിക്കൽ തുടങ്ങിയതാണ്. പൂച്ചക്കുട്ടിന്റെ അത്ര വലിപ്പമുള്ളൂന്നുണ്ടെങ്കിൽ ഇവർക്ക് പുലിന്റെ കാട്ടിക്കൂട്ടലാണ്. വലിയ എന്തോ ആൾക്കാരെമാരിയാണ് ഇവർ നടക്കുകയൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ തണുപ്പിനിടുന്ന ഡ്രസ്സ് നോക്കാൻ പോയി. ഈ ഡ്രസ്സിനാണെന്നുണ്ടെങ്കിൽ 2850 റുപ്യ. നാട്ടിലത്തെ എത്രയെന്ന് അറിയണമല്ലോ ഒന്ന് കമന്റ് ഇട്ടോ. ഹിമാലയൊക്കെ കയറാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സാൾ ഇവിടെ ഉണ്ട് കേട്ടോ. വാണ്ടോല് ചൈനയ്ക്ക് പോകുന്നോളി. നമ്മളെന്തായാലും ഇപ്പൊ കയറാൻ പോണില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വേണ്ട. അപ്പം ഇത്രയുള്ളൂ. ഫോളോ ചെയ്ത് വെച്ചോളി. നാളെ കാണാം.